ശ്രീ നിജേഷ് അരവിന്ദ്, DCC ജനറൽ സെക്രട്ടറിയായ താങ്കൾക്കെതിരെ വരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്, പരാതിയുണ്ട്. ഈ ഒരു 27കാരൻ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ നടന്ന് സർവരെയും പറ്റിച്ച് പണം പിരിച്ച് തട്ടിപ്പ് നടത്തി എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഈ സംഭവത്തിന്റെ വ്യാപ്തി. താങ്കൾക്കെതിരെ ഉൾപ്പെടെ ഉയരുന്ന ആരോപണത്തിന്റെ മറുപടി എന്താണ്? ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നിൽ ഉന്നതർ ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടുന്ന സാഹചര്യമല്ലേ? ഒന്ന്, എനിക്കെതിരെയുള്ള ആരോപണം എന്താണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേസ് എന്താണ് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് ഗുണകരമായി തീരുമായിരുന്നു. താങ്കൾ ഉൾപ്പെടെയുള്ളവരും പണം വാങ്ങുന്നു എന്ന തരത്തിൽ, തട്ടിപ്പിന്റെ ഭാഗമാണ് എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. താങ്കൾ ആരോപണ വിധേയനാണല്ലോ, താങ്കൾ വിശദീകരിച്ചോളൂ അക്കാര്യം. അല്ല, എനിക്ക് നിങ്ങൾക്കത് വിശദീകരിച്ചത്, കാരണം ആരോപണ വിധേയനായ ഒരാളെ ചർച്ചയ്ക്ക് ഇരുത്തി കഴിഞ്ഞാൽ വിശ്വാസ്യത ഉണ്ടാവില്ലല്ലോ. വ്യക്തിപരമായിട്ട് എനിക്കെതിരെ താങ്കൾക്ക് ന്യൂസ് 18 കിട്ടിയ ആരോപണം പറഞ്ഞാൽ എനിക്ക് കൂടുതൽ സൗകര്യമായിരുന്നു. ഞങ്ങൾ കൊടുത്ത വാർത്തയല്ല, പലരും ആരോപണ വിധേയരാണ്. ഈ അനന്തകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള മൊഴി, പോലീസിന് നൽകിയ മൊഴിയുമായി ബന്ധപ്പെടുത്തി പലതരം വാർത്തകൾ വരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ വാർത്ത വന്നിരുന്നു, അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുത്തത്, അത് അദ്ദേഹം നിഷേധിച്ചിരുന്നു. അതിനുശേഷം കസ്റ്റഡിയിൽ കൊണ്ടുവരുന്ന വഴിയിൽ അനന്തകൃഷ്ണന്റെ തന്നെ ഒരു പ്രതികരണം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് മാത്യു കുഴൽനാടന് പണം നൽകിയിട്ടില്ല എന്നതായിരുന്നു. സമാനമായ ഒരു ആരോപണം താങ്കൾക്കെതിരെയും പറഞ്ഞ് കേട്ടിരുന്നു. അതിന്റെ വിശദീകരണമാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാനിപ്പോ തെരുവിലാണ് നിൽക്കുന്നതെങ്കിൽ ശ്രീമതി രേണുക, എനിക്കിങ്ങനെ അഭിപ്രായം പറയാം. ഞാനൊരു ന്യൂസ് ചാനലിൽ നിൽക്കുന്ന സമയത്ത് എനിക്കെതിരെ ആരോപണമുണ്ട്, താങ്കൾ ആരോപണ വിധേയനാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എനിക്കതിന്റെ ക്ലാരിഫിക്കേഷൻ വേണം. ഇന്നലെ ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വാർത്ത ഒരു ചാനലിൽ പുറത്തു വരുന്നു. ആ ചാനലിലെ സ്ക്രീൻഷോട്ട് വെച്ച് ചില ആളുകൾ കുറ്റാരോപിതൻ അത് ഇത് എന്ന് പറയുന്നു. അതൊരു യഥാർത്ഥ വാർത്തയാണ്. ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മളൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ എനിക്കിവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണം. ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ താങ്കൾ എന്നെ ആരോപണ വിധേയൻ എന്ന് പറഞ്ഞാൽ എനിക്കതിന്റെ ക്ലാരിഫിക്കേഷൻ പറയണം. അതുകൊണ്ട് എനിക്കെതിരെയുള്ള ആരോപണം ശ്രീമതി രേണുകയ്ക്ക് അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ എനിക്കത് ക്ലാരിഫൈ ചെയ്യാൻ സൗകര്യമാണ്. ഞാൻ അത്രമാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ സ്ഥാപനം തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ ആരോപണമുണ്ട്. അത് എന്താണെന്ന് താങ്കൾ വിശദീകരിക്കൂ. താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ, ചില സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചിരുന്നു, ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു താങ്കൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ ആരോപണ വിധേയനെന്ന് പറഞ്ഞത്. താങ്കൾ ഒരു കുറ്റക്കാരനെന്നോ ഏതെങ്കിലും തരത്തിൽ ഇത് തെളിയിക്കപ്പെട്ടെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. ആരോപണം നേരിടുന്ന വ്യക്തി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നു. താങ്കൾ തന്നെ അക്കാര്യം ചെയ്തു. അതിൽ വസ്തുത എന്ത് എന്നല്ല ഞാൻ ചോദിച്ചത്. അതിൽ വസ്തുത എന്ത് എന്നാണല്ലോ ഞാൻ ചോദിച്ചത്. അല്ല, ഒരു മിനിറ്റ്. ആരോപണ വിധേയൻ എന്നുള്ളത് പറയുമ്പോൾ നിങ്ങൾ ആരോപണം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിനെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ വളർന്നിട്ടില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഡിജിറ്റൽ കറൻസി വരുന്നു എന്ന് പരസ്യം കൊടുക്കുമ്പോൾ അന്ന് രാവിലത്തെ ഗുഡ് മോർണിംഗ് ന്യൂസിൽ ഈ കേരളത്തിനകത്ത് ഡിജിറ്റൽ കറൻസി വരാൻ പോകുന്നു എന്ന് പ്രചരണം നടത്തുന്ന അത്രയ്ക്കും മാത്രം കപ്പാസിറ്റിയും കാലിബറുമുള്ള ആളുകൾ മാധ്യമ പ്രവർത്തന രംഗത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ആരോപണത്തെ പറ്റി ചോദിച്ചത്. ഇനി രണ്ട്, എന്റെ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സെന്റർ 25 വർഷമായി സന്നദ്ധ സംഘടനാ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. ഞങ്ങളുടെ കീഴിൽ 2000-ലധികം സ്വാശ്രയ സംഘങ്ങളുണ്ട്, അതിൽ അംഗങ്ങളുണ്ട്. അവിടെ കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ലാത്ത സ്വാശ്രയ സംഘ അംഗങ്ങളുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ NGOസുമായി ചേർന്നും അല്ലാതെയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ NGOയിലെ സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല സന്നദ്ധ സംഘടനയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാളികേര ക്ലസ്റ്റർ ഉണ്ട്, നെൽ ക്ലസ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വരുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ഒന്നൊന്നര വർഷം മുമ്പ് നെബാർഡ് ഉൾപ്പെടെയുള്ള സ്ഥാപനത്തിന്റെ മേധാവികൾ കോഴിക്കോട്ടേക്ക് ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ സായി ഗ്രാം ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ അനന്തകുമാറാണ്. ആ അനന്തകുമാർ ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിനകത്ത് ഞങ്ങളുടേതടക്കം കോഴിക്കോട് ജില്ലയിലെ 13 NGOs പങ്കെടുക്കുന്നു.
ആ NGOസിൽ പങ്കെടുക്കുന്ന സമയത്ത് അനന്തകുമാർ സ്വയം പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, എന്റെ ട്രസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ വരുന്നത്, എന്റെ ട്രസ്റ്റിലേക്ക് മാത്രം വന്നാൽ പോരാ, കേരളത്തിലെ സന്നദ്ധ സംഘടനകളിലേക്കൊക്കെ ഈ ഫണ്ട് വരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അതിന്റെ പേരിൽ നമ്മൾ ദേശീയ തലത്തിൽ ഒരു നാഷണൽ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്, നീ സംഘടനകളും നിങ്ങൾ ഇതിൽ അംഗമാവണം എന്ന് പറഞ്ഞു. എന്റെ അടുത്തിരിക്കുന്ന സംഘടനയിൽപ്പെട്ട ആളുകൾ ഒന്ന് താമരശ്ശേരി രൂപതയുടെ സന്നദ്ധ സംഘടനയായ COD ആണ്, തൊട്ടടുത്തിരിക്കുന്നത് ദേവഗിരി കോളേജിന്റെ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള CMI സഭയുടെ NGO ആയ സ്റ്റാർസ് ആണ്, തൊട്ടടുത്തിരിക്കുന്ന കന്യാസ്ത്രീ, ഇത് രണ്ട് പള്ളിയിലച്ചന്മാരാണെങ്കിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന കന്യാസ്ത്രീ റാണി മരിയം എന്ന NGO ആണ്, കോഴിക്കോട്ടെ കന്യാസ്ത്രീകളുടെ കൂട്ടായ്മ. ഒപ്പം ഉള്ളത് കോട്ടൂർ വെൽഫെയർ സൊസൈറ്റി, EDS ഉൾപ്പെടെയുള്ള അഡ്വക്കേറ്റ് ജാനകി മാഡം ഉൾപ്പെടെയുള്ള സംഘടനകൾ, അങ്ങനെ 13 സംഘടനകൾ. ആ സംഘടനകളോടാണ് ഇദ്ദേഹം പറയുന്നത് നബാർഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവിടെയും ഞങ്ങൾ ഈ സായിഗ്രാമിനെ പറ്റി പഠിക്കാൻ വേണ്ടി വീണ്ടും തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തിന്റെ സായിഗ്രാം നേരിൽ കണ്ട് സംസാരിച്ചു. പക്ഷേ കേരളത്തിലെ തന്നെ അത്ഭുതം എന്ന രീതിയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയ ആ ഒരു സ്ഥാപനം, മുന്നിൽ തന്നെയുള്ള ബോർഡിൽ നൂറുകണക്കിന് സ്ഥാപനങ്ങളുടെ പേരുകൾ, അതിനെ ആ ഒരു 10-15,000 ആൾക്ക് ഇരിക്കാവുന്ന ഒരു ഹാള്, 200 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞ അത്ഭുതം പോലെയുള്ള ഒരു സ്ഥാപനം. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് വളരെ റെപ്യൂട്ടഡ് ആയ ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതായി ഞങ്ങൾക്ക് തോന്നിയില്ല. അങ്ങനെ ഉഷ തയ്യൽ മെഷീൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉഷ കമ്പനിയെ ഞങ്ങൾ ബന്ധപ്പെട്ടു. നിങ്ങൾ പറയുന്ന തട്ടിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളിലേക്ക് പോകണം. ഉഷ കമ്പനിയെ ബന്ധപ്പെട്ടു. 50% ഇങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 50% ബൾക്ക് ഓർഡർ കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് ഞങ്ങൾ സ്ത്രീകളിൽ നിന്ന് പണം വാങ്ങി ഇവർക്ക് കൊടുത്ത് ഇവർ സമയബന്ധിതമായി ഏകദേശം എനിക്ക് മാത്രം, എന്റെ NGOക്ക് മാത്രം 300-ലധികം തയ്യൽ മെഷീൻ കിട്ടി. കോഴിക്കോട് ജില്ലയിൽ 10,000-കണക്കിന് തയ്യൽ മെഷീൻ കിട്ടി. ലാപ്ടോപ്പ് തരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ലാപ്ടോപ്പ് തരുന്ന കമ്പനിയുടെ HP കമ്പനിയുടെ ആളുകളെ നേരിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ 50% കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. പിന്നീട് ജൈവവളം വന്നു, ഞങ്ങൾക്ക് വന്നു, പഠനോപകരണങ്ങൾ വന്നു. അതിനുശേഷമാണ് സ്കൂട്ടറിലേക്ക് പോയത്. സ്കൂട്ടർ രംഗത്തേക്ക് വന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ സ്കൂട്ടറും ഞാൻ ചെയർമാനായ NGO ഏകദേശം 150 സ്കൂട്ടറുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് എന്റെ സംഘടനയ്ക്ക് ഏകദേശം 1.25 കോടി രൂപയുടെ സഹായങ്ങൾ എന്റെ NGOക്കകത്തുള്ള പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. പിന്നീട് വന്നപ്പോഴാണ് ഈ ഫണ്ട് വരുന്നില്ല, 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് തരാം എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് വരുന്നില്ല, ഗൃഹോപകരണം വരുന്നില്ല, സ്കൂട്ടർ വരുന്നില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അന്വേഷിച്ച് അനന്തകുമാറിന്റെ അടുത്ത് പോയി. അനന്തകുമാറിന്റെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഈ സംഘടനയിൽ ഇത് രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങളെ അറിയിക്കണ്ടേ? ഞാൻ അത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം മനസ്സിലാകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. ഞാൻ നേരത്തെ പറഞ്ഞ CODയുടെ ചെയർമാനായ പള്ളിയിലച്ഛനും സ്റ്റാർസിന്റെ ചെയർമാനായ പള്ളിയിലച്ഛനും ഉൾപ്പെടെയുള്ള ആളുകളാണ് പോകുന്നത്. തുടർന്ന് ഞങ്ങൾ എറണാകുളത്ത് അനന്തു താമസിക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ അദ്ദേഹം ഇല്ല. അദ്ദേഹത്തിനെ വിളിച്ച സമയത്ത് അദ്ദേഹം തൊടുപുഴയിൽ ഒരു അമ്പലത്തിലാണ്. ഞങ്ങൾ ആ അമ്പലത്തിൽ പോയി. അവിടെ നിന്ന് അമ്പലത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇത്രയേറെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 5 കോടി രൂപയിലധികം, നിങ്ങൾ 5 കോടി തന്നതിന് 10 കോടി രൂപയിലധികം നിങ്ങൾക്ക് സഹായങ്ങൾ തന്നിട്ടുണ്ട്. ആരോപണ വിധേയമായപ്പോൾ എനിക്ക് പറയാനുള്ള സമയം ഇപ്പോൾ താങ്കൾ മറ്റൊരു MLA, അങ്ങനെ എത്ര പേർ നേതൃത്വം നൽകുന്ന സംഘടനകൾ വഴിയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന് അറിയാമല്ലോ. ആനന്ദകുമാറാണ് ഇതിനൊക്കെ പിന്നിലെന്നാണ് അനന്തു എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ വളരെ വിശ്വസ്തനായും നിഷ്കളങ്കനായും വളരെ റെപ്യൂട്ടഡായും ഒക്കെ തോന്നിയ ആ സംഘടന നടത്തിയിരുന്ന, ആ സംവിധാനം നടത്തിയിരുന്ന വ്യക്തിയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അനന്തു എന്ന് പറയുന്നു. ഞങ്ങൾക്ക് നിഷ്കളങ്കനല്ല. ഞങ്ങൾ ആ തരത്തിൽ ദയവ് ചെയ്ത് നിങ്ങളെപ്പോലെയുള്ള ഒരാൾ പറയരുത്. ഞാൻ പറഞ്ഞത് ആനന്ദകുമാർ എന്ന് പറയുന്ന ആളെ പറ്റിയാണ് തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. സോറി, ഞാൻ അനന്തു കൃഷ്ണനെ അദ്ദേഹത്തെ ഒരു വേദിയിൽ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് കണ്ടത്. അതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ തെരഞ്ഞു പോയ സമയത്ത് കണ്ടത് ആനന്ദകുമാറിനെ ആണ്. 1-2 പരിപാടികളിൽ കണ്ടതും അദ്ദേഹത്തെ പോയി അന്വേഷിച്ച് പിടിച്ചതും. ആനന്ദകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ റെപ്യൂട്ടേഷൻ ആണ് ഞാൻ അടക്കമുള്ള സംഘടനയെ ഇതിലേക്ക് എത്തിച്ചത്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി എടുത്തുകൊണ്ടാണ് വാർത്താ ചാനൽ എന്ത് പറയുന്നു, ഇതാ DCC സെക്രട്ടറിയും കോൺഗ്രസ് നേതാവും കുരുക്കിൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇപ്പൊ
പറഞ്ഞത് ആരോപണ വിധേയൻ. ഇങ്ങനെ പറഞ്ഞു ഒരാളെ ആരോപണ വിധേയനാക്കാൻ എളുപ്പമാണ്. ഞാൻ ഈ നിയമം വിശ്വസിക്കുന്നുണ്ട്. നിയമത്തിന്റെ മുന്നിലേക്ക് പോകാനും തയ്യാറാണ്. തട്ടിപ്പ് നടന്നു എന്നത് വ്യക്തമാണല്ലോ. നിങ്ങൾ ഇത്രയധികം രാഷ്ട്രീയ രംഗത്ത് പരിചയമുള്ള ആർക്കും MLA സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ എല്ലാവരും തട്ടിപ്പിൽ ചെന്ന് വീണുകൊടുത്തു. ഇപ്പോൾ അനന്തുവിന്റേതായി വരുന്ന വിവരങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഉൾപ്പെടെ പണം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഒക്കെ പണം നൽകിയിട്ടുണ്ട് എന്നതാണ് ഓരോരുത്തരുടെ പേരുകളായി പുറത്തു വരികയാണ്. അപ്പോൾ ഇതൊക്കെ നിഷ്കളങ്കമായിരുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കുമെന്നതാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിഷ്കളങ്കമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണ്. എന്റെ സംഘടനയ്ക്ക് 1.25 കോടി രൂപയുടെ സഹായങ്ങൾ ഇദ്ദേഹത്തിന്റെ നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇന്ന് ഏകദേശം 1.5 കോടി രൂപയുടെ ലയബിലിറ്റി ഉണ്ട്. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പണം, എനിക്ക് കിട്ടിയ സാധനങ്ങളുടെ പണം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടിയത് ഇങ്ങോട്ട് കിട്ടിയതാണ് അങ്ങോട്ട് കൊടുത്തതിനേക്കാൾ. ഞാനത് ലാഭം നഷ്ടവും കണക്കിലല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു തട്ടിപ്പായി മാറും എന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. ഞാൻ വിശ്വസിച്ചത് ആനന്ദകുമാറിനെയാണ്, എന്നോടൊപ്പം വന്നിരിക്കുന്ന സംഘടനകളെയാണ്. ആ സംഘടനകളൊക്കെ വിശ്വസിച്ചത് ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ, മാർക്കറ്റിംഗ് ഫണ്ടിലൂടെ, CSR ഫണ്ടിലൂടെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്നാണ്. അത് കിട്ടാത്ത ഘട്ടത്തിലേക്ക് പോയ സമയത്ത് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു, പിടിച്ചു. അത് തിരിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ നേരത്തെ ഫണ്ട് കൊടുത്ത ആളുകളെ ഞങ്ങൾ സമീപിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ സ്കൂട്ടർ തന്നത്, ലാപ്ടോപ്പ് തന്നത് എന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ സംഘടന ഇന്നൊരു ക്രൈസിസിലാണ്. നിങ്ങൾ അത് തിരിച്ചു തരാൻ തയ്യാറാകണം. ഞങ്ങൾ ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും തിരിച്ചു തരാൻ തയ്യാറാണ്, പണം തിരിച്ചു തരാൻ തയ്യാറാണ്. ഞങ്ങൾ അത് തിരിച്ചു വാങ്ങി, വളരെ സൗഹാർദ്ദത്തിന്റെ ഭാഷയിൽ അത് തിരിച്ചു വാങ്ങി ആളുകൾക്ക് കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ദയവ് ചെയ്ത് നിങ്ങളെ പോലെയുള്ള ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അനന്തവും അതൊക്കെ തന്നെയാണ് പറയുന്നത്. ശ്രീ നിജേഷ്, താങ്കൾ കോൺഗ്രസ് പ്രതിനിധിയായി കൂടിയാണല്ലോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നോക്കൂ, MLA മാർ ഉൾപ്പെടെയുള്ളവർ ഈ രീതിയിൽ പണം വാങ്ങിയെന്ന ആരോപണം ഇപ്പോൾ അനന്തു ഇല്ല, മാത്യു കുഴൽനാടന് കൊടുത്തിട്ടില്ല പണം എന്ന് പറയുന്നുണ്ട്. മറ്റ് ഇപ്പോൾ പെരിന്തൽമണ്ണ MLA-യും ഇതുപോലെ നടത്തി അങ്ങനെയല്ല പറയേണ്ടത്. ഒരു ചാനലിലെ ഡോക്ടർ എന്ന് പേരെടുക്കുന്ന ഒരു ചങ്ങാതി രാവിലെ മുതൽ പറയുകയാണ് ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, നമുക്ക് അങ്ങനെ അയാൾ പ്രധാനപ്പെട്ട ചാനൽ അയാൾ ഒരു പ്രതിയാണ്, അയാൾ മാറി മാറി എന്തൊക്കെ പറയും, അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്ന് രാവിലെ മുതൽ മാത്യു കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞു. മാത്യു ഉച്ചയ്ക്ക് വളരെ വൃത്തിയിലും വെടിപ്പിലും വെല്ലുവിളിച്ചു, ഈ ചാനലിനെ വെല്ലുവിളിച്ചു. ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഇത് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു. നിഷേധിച്ചു. അതിനുശേഷം അനന്തു ഇന്റേതായ പ്രതികരണവും അക്കാര്യത്തിൽ വരുന്നു. അങ്ങനെയല്ല, പക്ഷേ ലാലി വിൻസെന്റ് ഉണ്ടല്ലോ, ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ എന്തിനു കൊടുത്തു എന്നത് അറിയില്ലല്ലോ. ആദ്യ ദിവസങ്ങളിൽ VD സതീശൻ ന്യായീകരിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്. കോടതിക്ക് വരെ സംശയമായിരുന്നു ഇത്രയും എങ്ങനെയാണ് ലീഗൽ അഡ്വൈസ് കൊടുത്തതിന് കിട്ടുക എന്നത്. അത് ന്യായീകരിച്ചുകൊണ്ടല്ലേ പാർട്ടി രംഗത്ത് വന്നത്. അപ്പോൾ എന്തൊക്കെ പുറത്തു വരാനിരിക്കുന്നു, ആരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്, ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. പുറത്തു വരട്ടെന്നേ. അല്ല, ഞാൻ ചോദിക്കുന്നത് പുറത്തു വരണം, അന്വേഷണ സംവിധാനം പുറത്തു കൊണ്ടുവരണം. ഞങ്ങളൊക്കെ കൊടുത്ത കേസിനകത്ത് ആനന്ദകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അന്വേഷണത്തിലേക്ക് പോവണം. ഞങ്ങൾ ഇതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സന്നദ്ധ സംഘടനകൾ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അവരെ താറടിച്ച് കാണിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആര് വാങ്ങി, എന്തിനു വാങ്ങി വ്യക്തമാക്കപ്പെടണം. ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. ആരും അന്വേഷണത്തിന് എതിരല്ല. പക്ഷേ അതിനിടയ്ക്ക് കയറി അന്വേഷിച്ച് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തിയ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കൂട്ടർ ഇവിടെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ ആരോപണങ്ങളെ തള്ളുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. പത്രത്തിലെ പരസ്യം പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത, പത്രത്തിൽ ഡിജിറ്റൽ കറൻസി എന്ന് പരസ്യം വരുന്ന സമയത്ത് അന്ന് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് കേരളം എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് ഡിജിറ്റൽ കറൻസി വന്നു. ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.